ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് മഹോത്സവം നടക്കുകയാണ്. 7 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഇനി അടുത്ത 6 ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിധിയെഴുതും. ഈ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന 7 ഘട്ടത്തിലും നടക്കുന്ന 28 സംസ്ഥാനങ്ങളിലെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ജനങ്ങൾ വിധിയെഴുതുന്നതിലൂടെയാണ്. നമുക്കറിയാം 1951 ഈ രാജ്യത്ത് ആദ്യമായി ശ്യാം സരൺ നേഗി എന്ന് പറയുന്ന ഒരു പൗരനിലൂടെ ആദ്യമായി വോട്ടെടുപ്പ് തന്നെ നടക്കുന്നത്. അദ്ദേഹമായിരുന്നു ആദ്യമായി വോട്ട് ചെയ്ത മനുഷ്യൻ. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലായിരുന്നു. അങ്ങനെ അവിടെ മുതൽ അദ്ദേഹം 2019 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തു. നമ്മുടെ അഭിപ്രായ രൂപീകരണമാണ്. നമുക്ക് പൗരത്വമില്ല എങ്കിൽ നമുക്ക് ഈ രാജ്യത്ത് വോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോ നമ്മുടെ പൗരത്വത്തിനോളം വിലയുള്ള നമ്മുടെ ഒരു അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക്